നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. നിയ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശിവയുടെ ഫോണിലേക്ക് എബ്രഹാമിന്റെ കോള് വന്നത്. ഹലോ പാപ്പേ, പറ. ശിവ, എവിടെയാടാ നീ? എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട്? നിനക്ക് എന്നെ ഒന്നും വിളിച്ചാലെന്താടാ? ആൽഫിനും പറ്റിയൊരു അറിവുമില്ല. നീയും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? എൻ്റെ പപ്പേ, അറിഞ്ഞുകൊണ്ട് വിളിക്കാറുന്നതല്ല. അപ്രതീക്ഷിതമായ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് കാരണോറെ. ആദിയോടെയുള്ള എബ്രഹാമിന്റെ പറച്ചിൽ കേട്ട ശിവ അയാളിന്ന് ശാന്തനാക്കാനായി പറഞ്ഞു. വയ്യടോ, ഓരോ ദിവസം കഴിയുന്തോറും മുന്നിലൊരു ഭയ. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ആൽഫി അവൻ ആരും ഇല്ലാണ്ടാവും. എൻ്റെ കണ്ണടയും മുന്നേ അവന് നിയമോളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ പറ്റണമെന്നാ ഇപ്പോഴത്തെ പ്രാർത്ഥന. എൻ്റെ പപ്പ, നിങ്ങൾ എന്നാ വർദ്ധനായി പറയുന്നേ? കണ്ണടക്കും പോലും. ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ പറയുക. അധികം താമസിയാത്ത പാപ്പ ഒരു സന്തോഷ വാർത്ത കേൾക്കും. അതും ചെറുതൊന്നല്ല. പാപ്പ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിട്ടാ ആൽഫി വരുന്നേ. നോക്കിക്കോ. ശിവ സന്തോഷത്തോടെ പറയുമ്പോൾ അവന്റെ മനസ്സ് നിറയെ കുഞ്ഞിപ്പെണ്ടായിരുന്നു. ശിവയുടെ വാക്കുകൾ കേട്ടതും എബ്രഹാമിനും ചെറിയൊരു ആശ്വാസം തോന്നി. അയാൾ പിന്നെയും അവനോട് കുറച്ചേറെ സംസാരിക്കാൻ തുടങ്ങി. ഈ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ട് എബ്രഹാമിന്റെ മുറിക്കരികിൽ നിന്ന് ആനു തന്നെ കയ്യിലുള്ള പേപ്പറൊന്നും മടക്കി മുറുകെ പിടിച്ചു. പാപ്പൊരിക്കൽ അന്വേഷിക്കാനായി തന്ന ഫോൺ നമ്പറിന്റെ ഉടമയുടെ പേരും വിലാസവുമായിരുന്നു അതിൽ. പാപ്പയെ കാണിക്കാനായി തന്നെ വന്നതാണ്. എന്നാൽ അയാളും ശിവയും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി ഇപ്പോൾ താനിത് കാണിച്ച ആ മനസ്സ് വീണ്ടും വേദനിക്കുകയുള്ളൂ എന്ന്. അതിനാൽ അവളത് വേണ്ടെന്ന് വെച്ചു. അവൾ പതിയെ എബ്രഹാമിന്റെ റൂമിൽ നിന്നും മാറിയിട്ട് ആ പേപ്പർ ഒന്ന് തുറന്ന് അതിന്റെ പേര് വായിച്ചു. സാറ ഐസക്, ചിറക്കൽ വീട്, പാല. അത് വായിച്ചുകൊണ്ട് തനിക്ക് ജന്മം തന്നവളെ അവൾ അപ്പോൾ ഓർത്തു. സൂസി ഐസക്, വീട്ടുപേര് ചിറക്കൽ വീട്, പാല. വിനു ഒന്ന് ഫ്രഷായി തിരികെ വരുമ്പോഴാണ് കിച്ചണിൽ കിടന്ന് വെപ്രാളപ്പെട്ട് ഓരോന്ന് സ്പീഡിൽ ചെയ്യുന്ന നീയെ അവൻ കാണുന്നത്. അവൻ നേരെ അവൾക്ക് അടുത്തേക്ക് ചെന്നു. എന്താ നീ ചെയ്യുന്നേ? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടുകൂടെ വിനു നിനക്ക്? വെണ്ടക്കാരിയിലൊന്ന് കല്ലിപ്പിച്ച് അവനോട് മറുപടി പറഞ്ഞു. അത് മനസ്സിലായി. അതല്ല ചോദിച്ചത്. ധൃതി പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചു. നീത്തി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടും വന്നു. നീച്ചിയാണെങ്കിൽ ഇപ്പഴാ കഴിച്ചേ. അതുകൊണ്ട് വിശപ്പിലെന്ന് പറയുകയും ചെയ്തു. പിന്നെ ഇതാർക്ക് എത്ര തിടക്കത്തിൽ ഉണ്ടാക്കുന്നതെന്നാ ഞാൻ ചോദിച്ചേ. ഓളി കണ്ടിട്ട് നീയെ നോക്കിയൊരു കള്ളച്ചിരിയോട് അവൻ ചോദിച്ചു. അത് നീയും ഞാനും മാത്രമല്ലോ, വേറെ ആൾക്കാരുണ്ടല്ലോ ഈ വീട്ടിൽ. അവർ കഴിച്ചോളും കേട്ടോ. വെറുതെ ഓരോന്നും ചോദിച്ചെന്നെ നേരം കഴിയാതെ മാറി നിൽക്കട ചെക്ക. വിനു ചോദിച്ചതിനൊന്ന് വിക്കി മറുപടി പറഞ്ഞ് അവനെ നോക്കി കല്ലിപ്പിച്ച് അവൾ പറഞ്ഞു. കാര്യം മനസ്സിലായ വിനു പയ്യെ അവിടുന്ന് സ്കൂട്ടാകാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ചിരിയോടെ ഭിത്തിയിൽ ചാരി അവരെ നോക്കി നിൽക്കുന്ന ആൽഫി അവൻ കണ്ടത്. ചെറുതീയിൽ വെന്തു വരുന്ന മാമ്പഴക്കറി എടുത്ത് വാങ്ങി മാറ്റിവെച്ചു. അതിലേക്ക് കടുക് തളിക്കാനുള്ള പാനെടുത്ത് ഗ്യാസിലേക്ക് വെച്ച് നീയ. ആഹാ ചേച്ചി, എന്താ മണം! ഇത്ര പെട്ടെന്നതൊക്കെ റെഡിയായോ? അടുക്കളയിൽ നീയ നിൽക്കുന്നിടത്തേക്ക് വന്ന് നിത്യ ചുറ്റും നോക്കി കണ്ണടിച്ച് പറഞ്ഞു. അവിടെ റെഡിയായിരിക്കുന്ന വെണ്ടക്കൊപ്പേരിയും മീൻ വറുത്തതും പിന്നെ കടുക് താളിച്ചേക്കുന്ന മാമ്പഴ പുളിശ്ശേരിയും കൂടി കണ്ടതും നിത്യയുടെ വായിൽ കൂടി കപ്പലോടി. നീ പോയവരെ കഴിക്കാൻ വിളിക്കും നിത്യേ. ഇപ്പൊ തന്നെ നേരെ ഒരുപാട് വൈകി. ഞാൻ ഇതെല്ലാം ഇപ്പൊ മേശപ്പുറത്ത് കൊണ്ടുപോക്കാം. നീ പോയി വിളിച്ചിട്ട് വാ. നീയെ പറഞ്ഞത് നിത്യ തലയും കുലുക്കി ഓടി. അവൾ ആൽഫിയുടെ മുറിയിലേക്ക് നടന്നപ്പോഴാണ് ഹാളിലെ ബീൻ ബാഗിൽ നിന്ന് ഫോണിൽ കുത്തുന്ന വിനുവിനെ കണ്ടത്. അവളും നിത്യ ആൽഫിയുടെ മുറിയിലേക്ക് നോക്കി. ബെഡിൽ കാല് നീട്ടിയിരുന്ന് ഫോൺ ടൈപ്പ് ചെയ്യുകയാണെന്ന്. അടുത്ത് തന്നെ കുഞ്ഞിപ്പെണ്ണിരുന്ന് കളിക്കുന്നുണ്ട്. എവിടെയോ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. വരട്ടെ, കണ്ടുപിടിക്കാം. എന്തോ പിടികിട്ടി അവൾ മനസ്സിലോർത്തുകൊണ്ട് നേരെ ആൽഫിയുടെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ വാ, ഊണ് കഴിക്കാം, ചേച്ചി വിളിക്കുന്നുണ്ടേ. എന്നെയോ? നിത്യ പറഞ്ഞത് കേട്ട ആൽഫി ഒന്ന് എടുത്ത് ചോദിച്ചു. അതെന്താ അങ്ങനെ? പിന്നെ ചേട്ടനീ വീട്ടിലുള്ളതല്ലേ? ഹേയ് അതല്ല, നിന്റെ ചേച്ചി ശരിക്കും എന്നെ വിളിച്ചോന്ന് ചോദിച്ചതാ. ആൽഫി വിശ്വാസം വരാതെ ഒന്നുകൂടെ ചോദിച്ചു. പിന്നെ വിളിക്കാതെ എല്ലാവരും വിളിച്ചുകൊണ്ട് വരാൻ എന്നെ വിട്ടതാ. എല്ലാവരും ഇന്ന് പറയുമ്പോൾ അതൊരു ചേട്ടനും വരുമല്ലോ, അതുകൊണ്ട് വേഗം വാ, ഇല്ലെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് വരൂട്ടോ. അവളൊരു കുഞ്ഞു ദേഷ്യം വെച്ച് കുറുമ്പോടെ പറഞ്ഞതും ആൽഫി ഒന്ന് ചിരിച്ചുകൊണ്ട് കുഞ്ഞിയെ എടുത്തു. നിത്യ പോയി വിനുവിനെയും വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ആൽഫിയും കുഞ്ഞുമായി എത്തി. തേനിമേശയിലിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരി കണ്ടതും ആൽഫിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. ചേട്ടാ ഇരിക്ക്, കുഞ്ഞിക്ക് ഞാൻ കൊടുക്കാം. കുഞ്ഞിപ്പെണ്ണിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൽഫിയോട് പറഞ്ഞ് നിത്യ കുഞ്ഞിനെടുക്കാൻ കൈ നീട്ടി. വേണ്ട പാപ്പ, മോക്ക് ചോദിത്തായും. നിത്യയുടെ കൈ തട്ടി പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് മുഖം കൂർപ്പിച്ചു. ഓ, നീയും നിന്റെ ഒരു പാപ്പയും ഞാനില്ലേ?
നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. നിത്യ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി ചുണ്ടുകൂട്ടി. കുഞ്ഞി ഇങ്ങു വാ, അമ്മ ചോറ് തരാം, പപ്പ കഴിക്കട്ടെ. നീയെ കുഞ്ഞിക്കടുത്തേക്ക് വന്ന് പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് ആൽഫി ഒന്ന് നോക്കി. ഞാൻ ചോരുന്നാൻ പോകുമ്പോ പപ്പ പോയിട്ടില്ലല്ലോ. കുഞ്ഞി വിരൽ ചൂണ്ടി കുഞ്ഞിപ്പെണ്ണ് ആൽഫിയോട് ചോദിച്ചു. ഇല്ലട മുത്തേ, പാപ്പ ഇവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണിന്റെ ഉണ്ടക്കവളൊന്ന് മൂത്തി. പാപ്പയുടെ ഉറുപ്പ് കെട്ടിയതും കുഞ്ഞ് നീയുടെ കയ്യിലേക്ക് ചാടി. കുഞ്ഞിക്ക് പേടിയാണ്. ഒരു നിമിഷം അവളുടെ കണ്ണ് തെറ്റിയ അവളുടെ പാപ്പ അവളെ വിട്ട് പോകുമെന്ന് കുറുമ്പി ഓർത്തു വെച്ചിരിക്കുന്നത്. വിനുവും നെത്തിയും ആൽവിയും കഴിക്കാനായിരുന്നു. കുഞ്ഞിക്കുള്ള ചോറ് കയ്യിലെടുത്ത് അവളെ വിനിയിരിക്കുന്നതിന്റെ മേശപ്പുറത്തിരുത്തി നീ അവൾക്ക് അടുത്തിരുന്ന് ചോറ് വാരി കൊടുത്തു. നല്ല കുത്തരിച്ചോറ്, മാമ്പഴപ്പുശ്ശേരിയും ഉപ്പേരിയും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ആസ്വദിച്ച് കഴിക്കുന്ന ആൽഫിയെ നീ ഇടങ്ങാനാരെ നോക്കി. അവനൊന്നും കഴിച്ചില്ലെന്ന് അറിഞ്ഞപ്പോൾ ആകെ മൊത്തത്തിലൊരു പെപ്പറാളായിരുന്നു അവൾക്ക്. എന്ത് കറി വെക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് നിത്യ കൊണ്ടുവന്ന നാടൻ മാമ്പഴം അവൾ കണ്ടത്. പണ്ടൊരിക്കൽ ആൽഫി തന്റെ ലഞ്ച് ബോക്സിലെ ചാമ്പ വരിച്ചോറും മാമ്പഴപ്പുളിശ്ശേരിയും കൊതിയോട് ആദ്യമായി കഴിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ആ മാമ്പഴം എടുത്ത് ഒരുക്കാൻ തുടങ്ങി. പിന്നെ കടയിൽ പോയപ്പോൾ കൊണ്ടുവന്ന നല്ല വറ്റമീനും ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് ഫ്രഷ് ആക്കിയത്. അതുകൂടി ഫ്രൈ ആക്കി ഒരു വെണ്ടക്കുപ്പേരി ഉണ്ടാക്കി. ഉള്ളിൽ എത്രത്തോളം നോവ് തന്നവനാണെങ്കിലും വെറും വയറ്റിൽ നടക്കുന്നത് കാണാനുള്ള ശേഷി തനിക്ക് പണ്ടേ ഇല്ലെന്ന് അവൾ ഓർത്തു. അമ്മേ, പാപ്പയെ നോക്കി നീക്കാര്യം മോക്ക് ചോദിത്താ. പെട്ടെന്ന് കുഞ്ഞിപ്പെണ്ണ് നീയെ തോണ്ടി വിളിച്ചപ്പോഴാണ് അവൾ ഞെട്ടി ആൽഫിയിൽ നിന്ന് കണ്ടെടുത്തത്. കുഞ്ഞി പറയുന്നത് കേട്ട് എല്ലാവരും നീയെ നോക്കി. വിനുവാണെങ്കിൽ പെട്ടെന്ന് കഴിക്കുന്നത് തലയിൽ കയറി ഒന്ന് ചുമച്ചു പോയി. ഞാൻ എങ്ങോട്ട് നോക്കിയത്? ഞാൻ നോക്കിയില്ല. ദേ പെണ്ണെ, ചുമ്മാ ഓരോന്ന് പറയാതെ ഇത് കഴിച്ചേ. അബദ്ധം പറ്റിയതുപോലെ നീ ഓരോന്ന് പറഞ്ഞു വെക്കി. ആൽഫിയുടെ ചൊടിയിലൊരു ചിരി നിറഞ്ഞു. അല്ല, സൂസി ഒന്നും പറഞ്ഞില്ല. തന്റെ മുൻപിലിരിക്കുന്ന സൂസിയെ നോക്കി ജെസി ചോദിച്ചു. ഞാനിതിൽ എന്ത് കാര്യം പറയാനാ ജെസി? കാര്യം നീ എനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ പേര് പറഞ്ഞ് എൻ്റെ മകൻ ആൽഫിയെ കൊണ്ട് എനിക്ക് നിന്റെ മകളെ കെട്ടിക്കാനാവില്ല. എന്തുകൊണ്ട് പറ്റില്ല സൂസി? ഏപിച്ചാൻ എൻ്റെ സ്വന്തം ആങ്ങളൊന്നുമല്ലല്ലോ. പിന്നെ എൻ്റെ മോളെ കേട്ടാൻ എന്തോ ഒരു തടസ്സം. നിന്റെ മോൾ ആൽഫിക്ക് ഇഷ്ടപ്പെടേണ്ടേ? അതല്ലേ ഏറ്റവും വലിയ തടസ്സം. പിന്നെ അവൻ്റെ അമ്മ എന്ന അധികാരമെടുത്ത് അവന് മുമ്പിൽ ചെന്ന് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. പിന്നെയാ അവന് കല്യാണം ആലോചിച്ചുകൊണ്ട് ചെല്ലുന്നേ. സൂസി പറഞ്ഞതും ജെസ്സിയുടെ മുഖം പാടി. അവിടെ അവസാന പ്രതീക്ഷയായിരുന്നു സൂസി. ജെസ്സി വിഷമിക്കാതെ, കുരിശുമുറ്റത്ത് എബ്രഹാമിന്റെ ഭാര്യ എപ്പോഴും ഈ സൂസി തന്നെയാ. അതുകൊണ്ട് ആ അധികാരം വെച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടോളാം. നിന്റെ മകളോട് ആൽഫിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ നീ പറഞ്ഞാൽ മതി. മുഖം കുനിച്ചിരിക്കുന്ന ജെസിക്കയുടെ കയ്യിലൊന്ന് പിടിച്ച് സൂസി പറഞ്ഞതും അവർ പെട്ടെന്ന് ചിരിയോടെ അവരെ നോക്കി. മതി, ഈ ഉറപ്പ് മതി എനിക്ക്. സൂസി ഇനി ഇവിടുത്തെ കാര്യങ്ങളൊത്ത് വിഷമിക്കണ്ട. ഓഫീസിലെയും വീട്ടിലെയും കാര്യങ്ങളെല്ലാം അപ്പം ഞാൻ എൻ്റെ മോള് നിന്നെ അറിയിക്കും. വാക്ക്. ജെസി അവരുടെ കയ്യിൽ പിടിച്ച് ഉറപ്പ് കൊടുത്തു. പിന്നെ കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ട് ജെസി അവിടെ നിന്ന് ഇറങ്ങി. മോൾക്ക് വിവാഹാലോചിച്ച് വന്നേക്കുന്നു. കണ്ണിക്കണ്ട അവന്മാരുമായി നടക്കുന്ന നിന്റെ മോളല്ല ആൽഫിയുടെ പെണ്ണ്. ജനിച്ചപ്പോഴേ നാവിൽ സ്വർണ്ണക്കരണിയുമായി പിറന്ന നല്ല ഒന്നാന്തരം പെണ്ണിനെ അവനെ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അവളെ അവൻ കേട്ടു, നീ നോക്കിക്കോ. മുറ്റത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ജെസിയുടെ കാറ് നോക്കി പുച്ഛത്തോടെ സൂസി പറഞ്ഞു. എന്തേ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം? എന്തു പറ്റി? ഊണ് കഴിഞ്ഞ് ഫ്ലാറ്റിന്റെ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് നിന്ന് ആൽഫിക്ക് അടുത്ത് നിന്ന് നിത്യ ചോദിച്ചു. വിനുവാണെങ്കിൽ അവിടെ സംഭാഷണം ശ്രദ്ധിച്ച് സോഫയിൽ ഇരിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ കിടന്ന് കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കാണ്. ഏയ് ഒന്നുമില്ലടോ, ചുമ്മാ വയറും മനസ്സും നിറഞ്ഞ നല്ലൊരു ഊണ് കഴിച്ചതല്ലേ, അപ്പൊ ചുമ്മാ ഒന്ന് നടക്കാന്ന് കരുതി. ആ, ഇങ്ങനെ വയറും മനസ്സും നിറഞ്ഞ ആഹാരം കഴിക്കണമെങ്കിലേ എന്റെ ചേച്ചി അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ ഇങ്ങനെ പിണങ്ങി രണ്ടുപേരും രണ്ട് ദിക്കിൽ ഇരിക്കരുത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ രണ്ടിടത്താണെങ്കിലും അധികം താമസിയാതെ നിന്റെ ചേച്ചിയെ ഞാൻ പൊക്കിക്കൊണ്ടു പോകും. എന്നോടുള്ള നിന്റെ ചേച്ചിയുടെ പിണക്കം മാറി തുടങ്ങിയതിൻ്റെ ആദ്യ സൂചനയല്ലേ മോളെ ഞാൻ പട്ടിണിരിക്കുന്നത് കണ്ട് എനിക്ക് വേണ്ടി പെട്ടെന്ന് ഊണ് റെഡിയാക്കിയത് എന്നാര് പറഞ്ഞു? നിത്യ ചോദിച്ചതിനൊരു ചിരിയോടെ ആൽഫി മറുപടി കൊടുത്തപ്പോഴാണ് നിയയുടെ ശബ്ദം അവൾ ഉച്ചത്തിൽ കേട്ടത്. നിത്യയും ആൽഫിയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു ദഹിപ്പിക്കുന്നൊരു നോട്ടവുമായി ദേഷ്യത്തോടെ അവർ നിൽക്കുന്നിടത്തേക്ക് നടന്നു വരുന്ന നീയെ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ ഇതൊക്കെ ചെയ്തത്. മനുഷ്യത്വം. പട്ടിണി കിടക്കുന്ന ആളോട് തോന്നുന്ന വെറും മനുഷ്യത്വം മാത്രമേ എനിക്ക് നിങ്ങളോടും തോന്നിയിട്ടുള്ളൂ. കാരണം ഒരു നേരം അന്നം കിട്ടാതെ പട്ടിണി കിടക്കുന്നതിന്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ട് അതൊരിക്കൽ അനുഭവിച്ചാലായി നീയ. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തന്നത്. അല്ലാതെ ഞാനെല്ലാം മറന്നെന്ന് നിങ്ങൾ കരുതണ്ട. വിറക്കുന്ന ചുണ്ടുകളാലെ ദേഷ്യത്തിൽ അവനോട് അത്രയും പറഞ്ഞ് ബിനുവിന്റെ കയ്യിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിനെയും എടുത്ത് തോളിലിട്ട് നീ ആ മുറിയിൽ കയറി കഥ കടിച്ചു.
നിത്യൊരു വല്ലായ്മയോടെ ആൽഫിയെ നോക്കിയിരുന്നു. അവൾക്കൊരു മങ്ങിയ ചിരി നൽകി അവൻ പുറത്തേക്ക് ഇറങ്ങി. വിനുവിനും അതൊരു ഷോക്കായി പോയി. പെട്ടെന്ന് നീയിൽ നിന്നും ഇങ്ങനൊരു പൊട്ടിത്തെറി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആൽഫി ഫ്ലാറ്റിന്റെ വെളിയിലിറങ്ങിയതും കണ്ടു അവിടെ പുറത്തെ ഭിത്തിയിൽ ചാരി ഇരു കൈകളും കെട്ടി നിൽക്കുന്ന ശിവയെ. കേട്ടോ? ആൽഫി പതിയെ ചോദിച്ചതിന് മറുപടി എന്നോണം ശിവ മൂവി. അവൾ ഒരുപാട് മാറി അല്ലേടാ? ശിവക്കരികിലേക്ക് നിന്ന് വളരെ നേർത്ത സ്വരത്തിൽ ആൽഫി അവനോട് ചോദിച്ചു. അവൾ പഴയ നീയല്ല ആൽഫി. ജീവിതം അവൾ ഒരുപാട് മാറ്റി. വിവാഹം പോലും കഴിക്കാതൊരു കുഞ്ഞിനെ ഉദരത്തിൽ പേറി അതിനെ പ്രസവിച്ച് വളർത്തിയവൾ അവൾ. കഴിഞ്ഞുപോയ കാലത്തിൽ ഒരുപാട് വേദന അവൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പഴയ നിന്റെ നീയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളും അവൾക്കിപ്പോൾ വന്നിട്ടുണ്ടാവൂടാ. പെട്ടെന്നെല്ലാം മറന്ന് നിന്നോട് പൊറുക്കാൻ അവളുടെ മനസ്സിന് കഴിഞ്ഞെന്ന് വരില്ല ആൽഫി. അത് നീ അംഗീകരിച്ചേ പറ്റൂ. ശിവ പറഞ്ഞതെല്ലാം തിരിച്ചൊന്നും മിണ്ടാതെ കേട്ടു നിന്നു ആൽഫി. എന്നാൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നുണ്ടായിരുന്നു. ഹേയ് ആൽഫി, എന്താടാ ഇത്? ഞാനിന്ന് തടവില്ല. എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും വിട്ട് ഞാൻ ഈ പോവില്ലെന്നൊക്കെ കഴിഞ്ഞ ദിവസം പോലെ ഭീമ പറഞ്ഞ നീയാണോടാ ഇങ്ങനെ കണ്ണും തെറിച്ച് നിൽക്കുന്നേ? ശിവ ആൽഫിയുടെ തോളിൽ പിടിച്ചതും അവനൊന്ന് കണ്ണുകൾ അമർത്തി തുടച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഹേയ് കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ വീണ്ടും വീണ്ടും അവിടെ നാവിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു നോവ് തോന്നടാ. സാരല്ലടാ, ഇതെല്ലാം മാറൂടാ. അവളെയും കുഞ്ഞിനെയും വീണ്ടും എനിക്ക് മുന്നിലെത്തിച്ച് എൻ്റെ കർത്താവ് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിപ്പിക്കും. എനിക്ക് വിശ്വാസമുണ്ടടാ. പുഞ്ചിരിയോടെ പറയുന്നവൻ്റെ നീല കണ്ണുകളിൽ ആത്മവിശ്വാസം കാണെ ശിവക്ക് സന്തോഷമായി. അല്ല, പോയ കാര്യം എന്തായി? പെട്ടെന്ന് ആൽഫി അവനോട് തിരക്കി. എല്ലാം ഓക്കെയാണ്. അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. നാളെ നീ കൂടി രജിസ്റ്റർ ഓഫീസിലെത്തണം. അതോടുകൂടി ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. കാര്യം നമുക്ക് ഇച്ചിരി നഷ്ടക്കച്ചവടാണേ. നഷ്ടവും ലാഭമൊന്നും ഞാൻ നോക്കുന്നില്ല ശിവ. കോടികളേക്കാൾ വിലമതിക്കുന്ന സ്വത്താണ് ഈ ഒരു ചുമരിനപ്പുറം എൻ്റെ കയ്യെത്തും ദൂരത്തുള്ളത്. എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കാളും വലുതായി ഇന്ന് ഈ ഭൂമിയിൽ എനിക്കൊന്നുമില്ല. ഒരു ചിരിയോട് ആൽഫി പറഞ്ഞുവെങ്കിലും അവൻ്റെ ഉള്ളിലെ വേദന ശിവക്ക് മനസ്സിലായിരുന്നു. നീ വിഷമിക്കാതെടാ, എനിക്ക് ഉറപ്പുണ്ട് ഇപ്പൊ നിന്നേക്കാളും വേദനിക്കുന്നത് അവളാവും. ശിവ പറഞ്ഞത് കേട്ട ആൽഫി ചെറുതായെന്ന് തലയാട്ടി. ശരിയാണ്, തന്നെ വേദനിപ്പിക്കാനാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ താൻ അനുഭവിക്കുന്നതിലും അധികം വേദന നീയൊക്കെ ഉണ്ടാകുമെന്ന് ആൽഫിക്കറിയാം. നീ വാ, നമുക്ക് ഈ കച്ചവടത്തെ കുറിച്ച് കുറച്ച് സംസാരിക്കാനേ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാം. എന്തായാലും എൻ്റെ പെങ്ങൾ കേട്ടോട്ട് അടിച്ചതല്ലേ, ഇനിയിപ്പോൾ അവിടെ ആയിരിക്കുമല്ലോ നീ. അയ്യടാ, ആര് പറഞ്ഞു? ഞാനിപ്പോൾ തന്നെ തിരിച്ചു കയറും. നീ പോയി ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് കേൾക്കാൻ തേണ്ടി. ശിവക്കെട്ടൊരു കുത്തും കൊടുത്ത് ആൽഫി വീണ്ടും വിനുവിൻ്റെ ഫ്ലാറ്റിലേക്ക് കയറാനായി തുടങ്ങിയതും. എന്റെടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ അവിടെ തന്നെ കിടന്നോ. ഇപ്പം എൻ്റെ കൂടെ വളർന്നാറി കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്യണം. എന്നാ അങ്ങനെ പറയണ പുല്ലേ. ആൽഫിയെ പെട്ടെന്ന് വട്ടം പിടിച്ച് വലിച്ച് ശിവ പറഞ്ഞതും ഒരു ചിരിയോടെ അവൻ്റെ ഒപ്പം പോയി ആൽഫി.